നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. കേന്ദ്ര സർക്കാർ എന്തു പറയുന്നോ അതിനെ എതിർക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേരള സർക്കാർ. അങ്ങനെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്നും എന്തുമാത്രം സത്യം അതിലുണ്ടെന്നും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. 22-ാം തീയതി മാർച്ച് ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യയിൽ ഇരിക്കുന്ന ബംഗ്ലാദേശിയും പാകിസ്ഥാനി അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കണം. അത് എല്ലാ സംസ്ഥാനത്തിലും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതൊരു അപകടമല്ലേ? അത് എല്ലാവർക്കും ഒരു ഡേഞ്ചർ അല്ലേ? ആരാണെങ്കിലും മലയാളി മുസ്ലിം ആണോ, ഞാൻ മലയാളി ക്രിസ്ത്യൻ ആണോ, മലയാളി ഹിന്ദു ആണോ, ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ്, ഒരു അനധികൃത ഒരു കുടിയേറ്റക്കാരൻ ഇവിടെ വന്ന് ഇരുന്ന് എന്തെങ്കിലും ചെയ്യണം, നമുക്കെല്ലാവർക്കും ഒരു അപകടമല്ലേ, ഒരു ഡേഞ്ചർ അല്ലേ? അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും ചെയ്യാത്തത്? പക്ഷേ ഹമാസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലും പാകിസ്ഥാനി ബംഗ്ലാദേശി ഇല്ലീഗൽ ഇമിഗ്രൻസിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഓടിച്ചാടി വരും ഇവര്. നിങ്ങൾ വർഗീയവാദിയാണെന്ന് പറയാൻ. ഞങ്ങൾ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJP NDA. പക്ഷേ രാജ്യത്തിനെതിരെ ആരെങ്കിലും എന്ത് ചെയ്താൽ അവരെ എതിർക്കുന്ന ഒരു പാർട്ടിയും ആണ്. അതേസമയം പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തെ തുടർന്ന് എല്ലാ പാകിസ്ഥാനി പൗരന്മാരെയും പുറത്താക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. മറ്റെല്ലാവരും അത് നടപ്പിലാക്കുമ്പോൾ കേരളം മാത്രം അതിന് തയ്യാറാകുന്നില്ല. ഇത് വളരെ അപകടകരമായൊരു നിലപാടാണ്. ഇത് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ? കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ കേരളം മാത്രം ഒഴിഞ്ഞു നിൽക്കുന്നു. അത് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കാനോ അതോ ഭീകരവാദത്തെ കേരളത്തിൽ വളർത്താനോ? അതാണ് എൻ്റെ ചോദ്യം. ഹമാസിനെയും പാകിസ്ഥാനി ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെയോ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ രംഗത്ത് വരുന്നവരാണ് കേരളീയർ എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ. രാജ്യസുരക്ഷയെ വരെ ബാധിക്കുന്ന വളരെ ഗൗരവമേറിയൊരു വിഷയത്തിൽ അലംഭാവം തുടരുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. എല്ലാവർക്കും വികസനം എന്നതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരുടെയും ഒപ്പം നിൽക്കും. പക്ഷേ ദേശവിരുദ്ധ ഘടകങ്ങൾക്ക് നേരെ കണ്ണടക്കില്ല. ഞങ്ങൾ ഐക്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. പക്ഷേ ഇന്ത്യയുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന ശക്തികളെ നേരിടാനും തകർക്കാനും മടിക്കുകയുമില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഭീകരവാദികളെ വളർത്താനും ഹമാസിന് വേണ്ടി അനുശോചനം നടത്തുകയുമാണ് അവർ. എന്നാൽ കേരള സർക്കാരിന്റെ ഈ നിലപാടിനെ രാജീവ് ചന്ദ്രശേഖർ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുകയാണ്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.